ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ബഗമോട്ട് ബ്യൂട്ടി ടക്സ് എന്ന പെർഫ്യൂമാണ്. ഞാനത് മുമ്പ് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഈ ബഗമോട്ട് ബ്യൂട്ടി നിങ്ങൾ റിവ്യൂ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് കുറേ പെർഫ്യൂംസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് പബ്ലിഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ 2024 ആയപ്പോൾ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ പുതിയത് വ്യൂവേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഞാൻ ഇതിങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ ചെയ്ത് വരികയാണ്. സോ ഇത് ടക്സ് ആണ് ഇന്നെൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ബഗമോട്ട് ബ്യൂട്ടി എന്ന ബ്രാൻഡാണ്. ഇത് ആക്ച്വലി ആരുടെ ബ്രാൻഡാണെന്ന് വെച്ചാൽ നമ്മുടെ വനേസ കോസ്മെറ്റിക്സിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടെ വായിച്ചിരുന്നു. ഓക്കെ, സോറി, മാനുഫാക്ചർഡ് ബൈ ആണ് വനേസ കോസ്മെറ്റിക്സ്, മാർക്കറ്റഡ് ബൈ ഇവർ തന്നെയാണ്. അപ്പോൾ ഐ തിങ്ക് അത് ഇവർ ഔട്ട്സോഴ്സ് ചെയ്തതാണ്. വനേസ കോസ്മെറ്റിക്സിൻ്റെ അടുത്ത് നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തതാണ് ഈ സംഗതി. ഓക്കെ, ഇത് 30 ml ആണ്. ബഗമോട്ട് ബ്യൂട്ടി അത്യാവശ്യം ഒരു പോപ്പുലർ ആയിട്ട് വന്നതാണ്. അതിൻ്റെ റീസൺ എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ഉണ്ടാവും പ്യുവർ പെർഫ്യൂം, അതാണ് ഇവരുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എത്ര ഇവർ വോളിയം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. വോളിയം 79 ആണ് കണ്ടന്റ് വോളിയം ഉള്ളത്. അതായത് 79 എന്ന് പറയുമ്പോൾ 21% നമുക്കിതിൽ പെർഫ്യൂം വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്യുവർ പെർഫ്യൂം അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ഡീ പെർഫ്യൂം അല്ലെങ്കിൽ എലിക്സിർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് കടന്നു. അത് 20 വരെ നമ്മൾ EDP പറയും. അപ്പോൾ ഒരു 1% അവർ എക്സ്ട്രാ കൊടുത്തിട്ട് ഇതിനെ പ്യുവർ പെർഫ്യൂം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പ്രൈസിന് കിട്ടിയതാട്ടോ. ഇതിന് MRP ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള MRP 411 എടുത്തത് 411. ഓക്കെ, നമ്മൾ ഈ ക്രിക്കറ്റിലൊക്കെ സ്കോർ കാണുന്ന പോലെ. എന്തായാലും ഇത് ഓപ്പൺ ചെയ്താൽ ചെറിയ പ്രൈസിൽ ഇപ്പോൾ നല്ല ബോക്സും കാര്യങ്ങളൊക്കെ കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പെർഫ്യൂം ഉള്ളത്. ഓക്കെ, ഞാൻ ആദ്യം കരുതിയത് പോലെ 15 ml ആയിരിക്കും എന്നൊക്കെയാണ്. പിന്നീട് ഇതിൽ 30 ml താഴെ മെൻഷൻ ചെയ്തത് മനസ്സിലായത്. ഇത് 30 ml ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ നോക്കിയാലും കാണൂല. ഇനി ടോർച്ച് അടിച്ച് നോക്കിയാലും കാണാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ബോട്ടിൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആണ്. ആറ്റമൈസറും നല്ലതാണ്. ഫ്രാഗ്രൻസ് ഞാൻ മുമ്പ് പറഞ്ഞു പോയതാണ്. ഇത് ഡിയോർ സവാഷ് എലിക്സിർ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഡിയോർ സവാഷ് എലിക്സിറും ഡിയോർ സവാഷും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതായത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്കൊരു ഫ്രഷ് സ്പൈസി നോട്ട്സ്, കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സ്പൈസി ഫ്രാഗ്രൻസ് ഉള്ള നട്ട്മഗ്, സിനമൺ, കാഡമം ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബിരിയാണി ചെമ്പ് തുറന്ന വരുന്ന സ്പൈസി നോട്ട്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ സ്പൈസി ഫ്രാഗ്രൻസുകളാണ് ഇതിലുള്ളത്. ഓപ്പണിങ്ങിൽ തന്നെ ഒരു ഫ്രഷ് സ്പൈസി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു അരോമാറ്റിക് ടച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു വുഡി ആൻഡ് ആംബർ നോട്ട്സ്, അതാണ് അതിൻ്റെ ഒരു ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു വുഡി ആൻഡ് ആംബറിലേക്ക് ഈ പെർഫ്യൂം പോവാണ്. മിഡിൽ നോട്ട്സിൽ ഇത്തിരി ഒരു സ്പൈസീൻ്റെ കൂടെ ഒരു അരോമാറ്റിക് ടച്ചും ഇതിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു സ്പൈസി സ്മോക്കി ആയിട്ടാണ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സ്പൈസി സ്മോക്കി ഫ്രാഗ്രൻസ് വരുന്ന ഒരു പാർട്ടി ഒക്കേഷൻസിലേക്ക് പറ്റിയ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള. അതായത് ഒരു എന്താ പറയുക, ഒരു 25-ൻ്റെ ഒക്കെ മേലൊക്കെ ഏജുള്ളവർ, അല്ലെങ്കിൽ ഒരു യൂത്ത് നിന്ന് വിട്ടിട്ട് ഒരു അഡൾട്ട് ഏജിലേക്ക് വന്ന ആളുകൾ യൂസ് ചെയ്താലാണ് ഇത് മാച്ച് ആവുക. കോളേജിലേക്കും മറ്റുള്ളതൊന്നും നമ്മൾ ഈ ടെറിഡിയർമസ് ഒക്കെ പറഞ്ഞ പോലെ ഒരു കോളേജ് സ്റ്റുഡൻസിനൊന്നും പറ്റിയ ഒരു ഫ്രാഗ്രൻസ് അല്ല ഇതിൽ നിന്ന് വരുന്നത്. അല്ലാത്ത കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. ഓക്കെ, അതാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. ഫ്രാഗ്രൻസ് നല്ലതാണോ ചോദിച്ചാൽ നല്ല ഫ്രാഗ്രൻസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ്, അതാണ് ഈ ഒരു ടക്സ് എന്ന് കിട്ടുന്നത്. ഈ ടക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് കളറും ടക്സും കൊടുത്തപ്പോൾ നമ്മൾ ഈ ടക്സീഡോ ജാക്കറ്റുകൾ ഉണ്ടല്ലോ, ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാനത് റെഫർ ചെയ്യാൻ വിട്ടുപോയി ആക്ച്വലി, തോന്നുന്നു അതായിരിക്കാം മേ ബി. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടുകൊണ്ട് തോന്നിയാണ്. ഓക്കെ, എനിവേസ് അത് ഞാൻ വിട്ടു നോക്കാനേ. അപ്പോൾ ഈ ടക്സ് അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇനി ഇത് പ്യുവർ പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞതാണല്ലോ, ഇനി ഇത് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയോ, അത് ഞാൻ പറയാം. ഞാനത് പല ഒക്കേഷനുകളിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് 2023 പർച്ചേസ് ചെയ്ത പെർഫ്യൂമുകളിൽ ഒന്ന് വേർത്തായിട്ട് തോന്നിയ ഒരു സാധനം ഇതാണ് എന്നുള്ളത്. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നൊന്നുമില്ല, നമുക്കൊരു മാക്സിമം ഒരു 1.5 hours വരെയൊക്കെ ഇതിന് പ്രൊജക്ഷൻ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒട്ടും പ്രൊജക്ഷൻ ഇല്ല.
പക്ഷേ ഇത് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു 7 to 8 hours വരെ നമ്മുടെ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാര്യം, ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ടീഷർട്ട് എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ആ ടീഷർട്ടിൽ ഞാൻ മോർണിംഗിൽ അപ്ലൈ ചെയ്തത് ഇപ്പോഴും അതിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. അത് ഞാൻ പുറത്ത് പോയിരുന്ന ഒരുപാട് സമയം പുറത്ത് അവിടെ ഇവിടെ ഒക്കെ നടന്നു വന്നിട്ടും ഞാൻ ഈവനിങ്ങിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് നോക്കിയിട്ട് പറഞ്ഞു ആ ഫ്രാഗ്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഒരു ഡിയോർ സവാഷ് എലിക്സിറിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് പക്ഷേ ഞാൻ ഒരു പെർഫ്യൂം അല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഇല്ല, ഈ പൈറോ ആണ്. ഇത് രണ്ടും ഒരു ഫ്രാഗ്രൻസ് ആട്ടോ. ഈ പൈറോയും കോഡും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണ് നല്ലത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഇതിൽ രണ്ടും തമ്മിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് നമുക്ക് നോട്ട്സ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും ഒരു ഷോൾഡറിൽ ഇതും ഒരു ഷോൾഡറിൽ ഇതും അപ്ലൈ ചെയ്ത് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോൻ്റെ ഒരു എന്താ പറയുക ഒരു റിസൾട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം പലർക്കും ആഗ്രഹം ഉണ്ടാവും ഒരേ ഫ്രാഗ്രൻസിൽ 2 പെർഫ്യൂം വരുമ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. അത് ചെയ്യുന്ന മുന്നേ ഇതിൻ്റെയും ഒരു ഇൻഡെപ്ത് വീഡിയോ ചെയ്യാണ്ട് ഇതും കഴിഞ്ഞിട്ടേ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടോളാമെന്നില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇത് ഡിയോർ സവാഷ് എലിക്സിറിൻ്റെ ഒരു ഡയറക്റ്റ് ക്ലോണാണ്. നല്ല ഫ്രാഗ്രൻസ് ആണ്. സ്റ്റുഡൻസ് ഒന്ന് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊരു മെച്ചോർഡ് ഫ്രാഗ്രൻസ് ആണ്. ഒരു സ്മോക്കി, ഒരു മാൻലി ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ഫീൽ തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു യങ് ഏജിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല. അതിന് നിങ്ങൾക്ക് ഇതൊക്കെ പോലത്തെ സ്മൂത്ത് അല്ലെങ്കിൽ ഈ ഡേവിഡ് ഓഫിൻ്റെ ഫ്രാഗ്രൻസ് ഇങ്ങനത്തെ ഒക്കെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ CR7 ബ്ലൂ കളറിലുള്ളത് അല്ലെങ്കിൽ ഇൻവിക്ടസിൻ്റെ ഫ്രാഗ്രൻസ് അതൊക്കെ അപ്ലൈ ചെയ്ത് പോയിക്കോളൂ. പക്ഷേ ഇത് നമ്മളെപ്പോലത്തെ ഒരു 30+ ഏജുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 25-27 ഒക്കെ മേലേക്ക് പോയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ കൂടിയ 40+ ഒക്കെ ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യേണ്ടെന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു 30+ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിസിഷൻ, സ്വന്തമായിട്ട് ഡിസിഷനൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു ലെവലിലുള്ള ഒരു ഏജ് എത്തിയല്ലോ, ഒരു മെച്യൂരിറ്റി ഒക്കെ എത്തിയല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈവനിങ് പെർഫ്യൂമാണ്. മോർണിംഗിലൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഒരിത്തിരി സ്ട്രോങ് എയർ ആയിട്ട് തോന്നും, പക്ഷേ നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ടെക്സിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡിയോർ സവാഷ് എലിക്സിറിൻ്റെ ഫ്രാഗ്രൻസ് വരുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്പൈസി, ഒരു ലൈറ്റ് സ്പൈസി ആണ് ഓപ്പണിങ്ങിൽ, പിന്നീട് അതൊരു ഡാർക്ക് സ്പൈസി ആവും, പിന്നെ ഒരു ആംബർ സ്മോക്കി സ്മെല്ലും അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു വുഡി ഫ്രാഗ്രൻസും വരുന്ന ഒരു പെർഫ്യൂം. ചെറിയ പ്രൈസിന് ഇത് 411 ആണ് ഇതിൻ്റെ പ്രൈസ് എങ്കിലും അതൊരു 350 റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 30 ml നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പ്രൊജക്ഷൻ ഒരു 1.5 hours വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പുറത്ത് നടന്നുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 7-8 hours ഒക്കെ സാധനം നിൽക്കുന്നുണ്ട്. ഒരു 350 രൂപക്ക് വേർത്താണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വേർത്താണ്. ഫ്രാഗ്രൻസ് ഇഷ്ടമാവും എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇതാണോ ഇനിയിപ്പോൾ ഞാൻ മുമ്പ് ഡിയോർ സവാഷിൻ്റെ എലിക്സിറിൻ്റെ ഒരു ക്ലോൺ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലത്താഫിൻ്റെ അസദ് എന്ന് പറഞ്ഞിട്ട്. അതാണോ ഇതാണോ നല്ലത് ചോദിച്ചാൽ ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ. അതെനിക്ക് അത്ര തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഭയങ്കര മെച്ചോർഡായിട്ട് തോന്നി. അതൊരു അറബിക് പെർഫ്യൂം യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു കുത്തൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു നല്ലൊരു ക്ലോൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.